dear friends, Pathan.com-ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ അനസ് വിളയിൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു വെജിറ്റബിൾ കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാനായി നമ്മൾ ഉപയോഗിച്ച ചേരുവകളാണ് കുറച്ച് കിഴങ്ങ് പുഴുങ്ങിയെടുത്തത്, അതുപോലെ ഒരു 3 ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ കുറച്ച് പച്ചമുളക് അരിഞ്ഞ് വെച്ചത്, കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞ് വെച്ചത്, അതുപോലെ കുറച്ച് വേപ്പില, പിന്നെ നമ്മുടെ ബീട്രൂട്ട് ക്യാരറ്റ് ഇത് രണ്ടും പുഴുങ്ങിയെടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മസാലപ്പൊടികളാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല, പാകത്തിന് ഉപ്പ്, പിന്നെ പച്ച കപ്പിൽ കാണുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, മുളക് എന്നിവ അരച്ച് വെച്ചത്. ഇത് നമ്മൾ പുഴുങ്ങി വെച്ച ആ കിഴങ്ങ് നല്ല പോലെ ഉടച്ചെടുക്കണം. ഓക്കെ, ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഓക്കെ, ഇപ്പോൾ നല്ല പോലെ ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ മസാല ഇതിൽ മിക്സ് ചെയ്യണം. അപ്പോൾ മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കറിവേപ്പില ആ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഉള്ളിയും പച്ചമുളകും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല വേവൊന്നും ആവേണ്ട കേട്ടോ, കുറച്ച് വഴറ്റിയെടുത്താൽ മതി. ഓക്കെ, അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാലകൾ, അതുപോലെ തന്നെ ബീറ്റ്റൂട്ട് ക്യാരറ്റൊക്കെ ഇതിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക. അത് മിക്സ് ചെയ്യുന്നത് ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല, അതായത് വീഡിയോ കുറച്ച് മിസ്സിങ് ആയി എടുത്തപ്പോൾ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളെ ചേർത്ത് വെച്ച മസാല ഉപ്പെല്ലാം ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്യുക. ഓക്കെ, നല്ല പോലെ ആയിട്ട് ഇനി നമ്മൾ ഉടച്ച് വെച്ച ആ കിഴങ്ങിലേക്ക് ഈ മസാല നല്ല പോലെ മിക്സ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് മസാല എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ മിക്സ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിനായിട്ട് ഞാൻ ഒരു പാത്രം മാറ്റിയിട്ട് ഒരു ചെറിയൊരു കുക്കർ എടുത്തിട്ടുണ്ട്. നമ്മൾ ആ മസാലയും അതുപോലെ കിഴങ്ങും നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, നല്ല പോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബോട്ടിലിൻ്റെ മൂടി എടുത്തിട്ട് ആ മൂടിയിലൊന്ന് ഷേപ്പാക്കി എടുക്കാം. അത് മൂടി തന്നെ വേണമെന്നില്ല, കൈക്കൊണ്ടൊന്ന് ഷേപ്പാക്കി എടുത്താലും മതി. ഞാനിവിടെ ഒരു മൂടി എടുത്തിട്ടാണ് ഷേപ്പാക്കുന്നത്. ആ മൂടിക്കുള്ളിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ എടുക്കാൻ സാധിക്കും. ഓക്കെ, ഇതുപോലെ നമ്മുടെ കട്ട്ലറ്റിൻ്റെ കൂട്ട് നല്ല പോലെ ഷേപ്പാക്കിയിട്ട് എടുക്കുക. ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും മസാല എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ മസാല എടുക്കുമ്പോൾ കുറച്ചാൽ മതി, കുറച്ച് ഉണ്ടാക്കുന്നുള്ളെങ്കിൽ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കട്ട്ലറ്റിൻ്റെ കൂട്ട് ഏകദേശം ഇവിടെ ഫുൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 4 കോഴിമുട്ട മിക്സ് ചെയ്ത് നല്ല എടുത്തിട്ട് നമ്മളെ കൂട്ടത് നല്ല പോലെ മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന റസ്ക് പൗഡർ, ആ റസ്ക് പൗഡറിൽ ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇത് നല്ല പോലെ ഒരു ഷേപ്പാക്കി എടുത്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ എല്ലാം നന്നായിട്ട് കോഴിമുട്ടയിലൊക്കെ മിക്സ് ചെയ്ത് ബ്രെഡിലൊക്കെ വെച്ച് നല്ല പോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്
ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഉപയോഗിക്കുന്ന ഓയിൽ പാം ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാൽ ഒന്നും കൂടിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകും. പക്ഷേ സൺഫ്ലവർ ഓയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് പാം ഓയിലാണ്. ഓക്കെ, ഓയിൽ ഇവിടെ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം. ഒക്കെ നല്ല പോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു കോരി ഉപയോഗിച്ചത് അത് കോരി എടുക്കാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഇപ്പോൾ കാണാൻ തന്നെ നല്ല ലുക്കായിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ വെജിറ്റബിൾ കട്ട്ലറ്റ് ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കഴിക്കാത്തത്. നോമ്പായതുകൊണ്ട് ഇപ്പോൾ കഴിക്കാൻ പറ്റില്ല. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ഐക്കോൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുപോലുള്ള മറ്റു വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, സൈൻ ഔട്ട്.